ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്നൊക്കെ നിർത്തി നമ്മുടെ മുടീനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ മുടിക്ക് എന്തെങ്കിലും സ്കിന്നിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെയർ ഓയിലാണ്. ഹെയർ ഓയിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അത് എണ്ണ കാച്ചൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എണ്ണയിൽ നമ്മുടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. തലേ ദിവസം ഇട്ട് വയ്ക്കുക, പിന്നെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ നമുക്ക് കിട്ടണ ഒന്നാണ് വെമ്പാലപ്പട്ട. കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ആദ്യമൊക്കെ നമ്മളിത് ഉപയോഗിച്ചിരുന്നു. പിന്നെ എനിക്ക് എണ്ണ തീരെ മൈഗ്രേൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ എണ്ണ തീരെ പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ എണ്ണ തേക്കൽ പരിപാടി ഞാനിവിടെ നിർത്തിയത്. കണ്ടോ, ഇതാണ് സാധനം. ഇത് നമുക്ക് ഇങ്ങനെ ലൂസായിട്ടും കിട്ടും കേട്ടോ. ലൂസായിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മരത്തിൽ നിന്ന് എടുക്കണ ഒരു ഐറ്റമാണ് കണ്ടോ. അപ്പോൾ നമുക്കിതൊരു ആയുർവേദ കടകളിലാണ് നമുക്കിത് കിട്ടുക. പേര് മറക്കണ്ട, വെമ്പാലപ്പട്ട കേട്ടോ. ഇത് നമുക്ക് കുറച്ചേ വേണ്ടൂ, ഒരു പിടി അത്രയ്ക്കേ വേണ്ടൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. അതിലോട്ട് ഇത് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു പിടി അതിലിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം തൊട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നല്ല ചുവപ്പ് കളറാണ് നമുക്കിതിൻ്റെ നമുക്കിത് ഇട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ നല്ലൊരു ചുവപ്പ് കളറിലേക്ക് ആവും. അപ്പോൾ ഒരു തലേദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ തന്നെയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കേണ്ടത്. എണ്ണ തേക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ തേക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒറ്റ വീഴുന്ന ഒരു കുപ്പി ഉണ്ടല്ലോ, അതിലോട്ട് നമ്മളാക്കിയിട്ട് ഒന്ന് കയ്യിലേക്ക് എടുത്ത് മസാജ് കൊടുക്കുക. പിന്നെ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ഈ തുമ്പ് ഭാഗത്തേക്കും കൂടിയിട്ട് ആക്കുക. അപ്പോൾ തലയോട്ടി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മുടിയുമ്മലായാലും ഇത് തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ മുടി നല്ല സിൽക്കും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ആവും. മുടി കട്ട കറുപ്പാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് മുടി വളർച്ചയ്ക്കുള്ള ഒരു ഹൈറ്റാണ്, അല്ലാതെ മുടി കറുപ്പിക്കാനുള്ളതല്ല കേട്ടോ. അപ്പോൾ മുടി നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ, എണ്ണ തേക്കുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, എണ്ണ തലയിൽ വെച്ചിട്ട് നിങ്ങൾ കിടക്കരുത്. പരമാവധി നിങ്ങളുടെ മുടിയിൽ നിന്ന് എണ്ണ കളയണം. തലോട്ടിമലൊക്കെ എണ്ണ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡായി എല്ലായിടത്തേക്കും മൊത്തത്തിൽ ഇതാവും. അപ്പോൾ നമ്മുടെ മുടി നല്ലോണം കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ ഒരു ഒന്നല്ലെങ്കിൽ പയറുപൊടി എന്തെങ്കിലും ഇട്ടിട്ട് കഴുകി കളയുക, അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകണ പറ്റുന്നവർക്ക് അത് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും കിട്ടാൻ മാർഗ്ഗമില്ലെങ്കിൽ കുഞ്ഞേ ഉണ്ണികളുടെ ഷാമ്പു ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ തലയിൽ അപ്പോഴും വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തലയിൽ തേച്ച് കഴുകി കളയാനായിട്ട്. അപ്പോൾ എണ്ണ അത് കാരണം പരമാവധി ഒഴിവാക്കുക കേട്ടോ. തലയിൽ വെക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എണ്ണ തേച്ച് വെക്കണവർക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് ഈ പെരടി കഴപ്പ്, ഈ ഷോൾഡർ കഴപ്പ്, ഇതൊക്കെ നല്ല എണ്ണ വെച്ചിട്ട് അത് കഴുകി കളയാണ്ട് വരുന്നവർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. അത് നിങ്ങൾ എത്ര ഡോക്ടറെ കാണിച്ചാലും മാറില്ല. നിങ്ങൾ ഈ തലയിൽ എണ്ണ തേക്കുന്നത് എണ്ണ തേച്ചിട്ട് കഴുകി കളഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ മാറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷോൾഡർ പെയിനും ഇതൊക്കെ വരുമ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർക്കും പെട്ടെന്ന് അവർ ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ തലയിൽ എണ്ണ തേക്കുക. കണ്ടാൽ ചിലവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ചോദിക്കാനായിട്ട് സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. തലയിൽ എണ്ണ തേക്കുക, കുളിക്കുക, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തലയിൽ എണ്ണ തേക്കുമ്പോൾ തന്നെ നിങ്ങളിത് കഴുകി കളയാനും ഒന്ന് നോക്കിക്കോളണം കേട്ടോ. അപ്പോൾ തേക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ഈ തുമ്പ് ഭാഗം വരയ്ക്കും എണ്ണ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലൊരു മാജിക്കൽ ഹെയർ ഓയിൽ എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കിട്ടും റിസൾട്ടാണ്. അപ്പോൾ അത് മുടി കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നിങ്ങൾക്ക് വലുതാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഉപയോഗം അങ്ങനെയാണ്. സാധനത്തിന് ഇതിനധികം വിലയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് അത്ര ഗുണമില്ലാത്ത ഒന്നാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യായാലും കുറച്ച് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലിതും
വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആക്കി ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് രാമച്ച ഇടാം, ഉലുവ ഇടാം, അതുപോലെ തന്നെ കരിഞ്ജീരകം, റോസ്മേരി ഒക്കെ ഇട്ട് എന്താ പറയുക ഡബിൾ ബോയിൽ മെത്തേഡിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ അതിലിട്ട് ഒന്ന് ചൂടാക്കി തിളപ്പിക്കാൻ പാടില്ല. ചൂടാക്കി അപ്പോൾ വെള്ളം തിളച്ചിട്ട് നിങ്ങൾ ഈ പാത്രത്തിൽ ഈ എണ്ണ ഒഴിച്ചിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് ഒന്നാക്കി വെച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ലൊരു മാജിക്കൽ ഓയിലായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് മാത്രം ഇട്ടിട്ടായാലും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പം ഇത് എണ്ണ തേക്കാൻ പറ്റുന്നവർക്കുള്ളൊരു കാര്യമാണ്. ഇനി എണ്ണ തേക്കാൻ പറ്റാത്ത എന്നെ പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റാത്തതെന്ന് വെച്ചാൽ മൈഗ്രൈൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഉലുവ എന്ന് പറഞ്ഞ സംഭവം എൻ്റെ തലയിലേക്ക് പറ്റില്ല കേട്ടോ. ഉലുവ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒളിച്ചിരിക്കുന്ന ആളൊക്കെ പെട്ടെന്ന് ഓടി വരും. പിന്നെ തലവേദന അതങ്ങനെ മാറിപ്പോകാനായിട്ട് ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഉലുവയുടെ പാക്കുകൾ ഞാനിവിടെ കാണിക്കും. പക്ഷേ എനിക്കത് തലയിലേക്ക് തേക്കാൻ പറ്റില്ല. പക്ഷേ ഉലുവ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് അല്ലേ. മുടിയുടെ വളർച്ച കൂട്ടിക്കൊണ്ടുവരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ താരം കുറയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ്. പലരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ തലയിൽ തേക്കുമ്പോൾ അത് തലയിൽ താരൻ ഇരട്ടിയാക്കുമെന്നാണ് പലരുടെയും ധാരണ. എന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് കഴുകി കളയാണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ ഈ കട്ടിയിൽ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കിത് ഹെയർ സിറായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചായയില 2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ചായയിലിട്ട് ഒരു ഗ്ലാസ്സാക്കി വറ്റിച്ചെടുത്തതിലേക്ക് ഇതിൻ്റെ ഒരു പിടി ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമുക്കൊരു സിറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇത് ചെയ്ത് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിച്ച ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെയർ സിറങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോക്കായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അത് ഉണ്ടാക്കാണ്ട് വെച്ചത് കേട്ടോ. അതെന്തായാലും നമ്മുടെ മറ്റേ ചായയിലയുടെ സ്പ്രേകളൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ഇതും കൂടി നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് റോസ്മേരി ലീവ്സ് എൻ്റെ ഇടണമെങ്കിൽ അതും ഇടാം സിറത്തിലേക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടാം. ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചായയിലും ഇതും തന്നെ ആയാലും നമുക്ക് നല്ലൊരു അടിപൊളി സിറ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. മുടിയുടെ വളർച്ചയൊക്കെ എല്ലാവരും കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. മുടി കൊഴിച്ചിൽ ഇപ്പോഴത്തെ വളരെ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ തണുപ്പ് സീസണിൽ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നുണ്ട് പലർക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി വളർത്തിയെടുക്കാവുന്ന ഏത് പ്രായക്കാർക്കും മുടി വളർത്തിയെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നമുക്ക് സമയവും വേണം, മനസ്സും വേണം, ഇത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വേണ്ടേ. അതും കൂടെ ഒക്കെ ഉണ്ടായാൽ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് വിജയിക്കുള്ളൂ, മുടി വളർന്ന് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത കിടു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.